വന്നോ? ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നീ എന്തിനാ എന്നോട് രക്ഷപ്പെടുന്നേ? ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. നീ ഇപ്പൊ മിണ്ടിയില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരും. പാദസരത്തിന്റെ ശബ്ദം കേട്ടത് എനിക്ക് തോന്നിയതാവും. മുകളിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സംസാരിച്ചാനെ. ചിദംബരം, എന്താ? ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. നിന്നോടൊരു സഹായം ചോദിക്കാനാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. എനിക്കത് ചെയ്തു തന്നേ പറ്റൂ. എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കൽപ്പിച്ചാ പോരെ, പറയേ. അങ്ങനെയെങ്കിൽ നീ ശിവകാമിയെ മറക്കണം. എത്ര വേഗം സാധിക്കുമോ അത്രയും വേഗം നീ നാട് വിട്ടു പോയിരിക്കണം. നിന്നെ പോലെ നല്ല മനസ്സുള്ളവരൊന്നും ഈ ഗ്രാമത്തിൽ നിൽക്കാൻ പാടില്ല. പോയിക്കോ ചിദംബരം. പോയിക്കോ ചിദംബരം. പൊക്കോളാം. ഈ നാട് വിട്ടിപ്പോ തന്നെ പൊക്കോളാം. ഇനി നാടിന്റെ ഏഴയലത്ത് പോലും വരില്ല. നീ പറഞ്ഞ ഒന്നും ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ല. എന്നാലൊന്ന്, ശിവകാമയെ മറക്കാൻ പറഞ്ഞില്ലേ, അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ഒരിക്കലും മറക്കാൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എല്ലാം അറിയുന്ന നീ തന്നെയല്ലേ പറയുന്നേ? അവളെന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും അവളെ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്നതും അറിയാവുന്ന നീ തന്നെ എന്തെങ്കിലും സംസാരിക്കുന്നേ? എന്നെ കൊല്ലണമെങ്കിൽ കൊല്ല്. അവസാനമായിട്ട് ഞാൻ അവൾ ഒരിക്കൽ കൂടി കാണും. ഞാൻ ഈ നാട് വിട്ടു പോകുന്നു, നീ എന്റെ കൂടെ വരുന്നെന്ന് ചോദിക്കും. അവൾ വരുമെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോകും ഞാൻ. അത് ആരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല, നിനക്ക് പോലും. മനസ്സിലായോ? മറക്കണമെന്നോ? അവളെ ഞാൻ മറക്കണമെന്നോ? ഇമ്പോസിബിൾ. മറക്കാൻ കഴിയില്ല. എന്താ? ചിദംബരം, നാളെ രാവിലെ നിനക്ക് വേണ്ടപ്പെട്ട 10 പേരെ കൂട്ടിക്കൊണ്ട് ശിവകാമിയുടെ വീട്ടിലേക്ക് നീ പോ. ശിവകാമി എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് അവരോട് ആവശ്യപ്പെട്. അവളുടെ കഴുത്തിൽ മറ്റൊരാളെ താലി കെട്ടാൻ നീ സമ്മതിച്ചു കൊടുക്കരുത്. അവള് നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ.